ഉല്ലാസ് ബാബു BJP നേതാവ് ചെന്നു. ശ്രീ ഉല്ലാസ് ബാബു, കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്ത് പ്രതിപക്ഷ നേതാവില്ലായിരുന്നു, ഡെപ്യൂട്ടി സ്പീക്കർ പദവി പോലും ഇല്ലായിരുന്നു. നിങ്ങൾ നിയമങ്ങൾ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു, ആരും ചോദിക്കാനില്ല. പാർലമെന്റിൽ ചോദിച്ച എല്ലാ എംപിമാരും നിങ്ങളുടെ പ്രധാനമന്ത്രി പുറത്താക്കി. രാജ്യത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, കർഷക പ്രക്ഷോഭങ്ങൾ, വിലക്കയറ്റത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ പാർലമെന്റിൽ നിങ്ങൾ ചെയ്തത് ജനാധിപത്യത്തിന് കേവലം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് എംപിമാരെ നിങ്ങൾ പുറത്താക്കുകയാണ് ചെയ്തത്. എന്തായിരുന്നു നിങ്ങൾ ജനാധിപത്യത്തിന് നൽകിയ വില? എന്തായിരുന്നു നിങ്ങൾ തുടർന്ന ഏകാധിപത്യ പ്രവണത? അത് ഇനി തുടരാൻ കഴിയില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിലിനിപ്പോൾ എന്തായാലും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു അടക്കമുള്ളവരുടെ നിലപാടുകളെ കുറിച്ച് നമുക്ക് അറിയുകയും ചെയ്യും. അത്ര സുഖകരമല്ല കാര്യങ്ങൾ. നിങ്ങളുടെ പാർലമെന്റിൽ ഇനി എന്തായിരിക്കും നിങ്ങളുടെ നിലപാടുകൾ, ഉല്ലാസ് ബാബു? കൈരളി ന്യൂസ് ആദ്യമായിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ. പ്രതിപക്ഷം ശബ്ദിക്കുമ്പോൾ എന്ന ഒരു ന്യൂസ് ടാഗ് എനിക്ക് വളരെ എന്തൊരു തമാശ പോലെയാണ് തോന്നിയത്. പ്രതിപക്ഷം ശബ്ദിക്കുമ്പോൾ എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് ഭരണപക്ഷം അവിടെ കൃത്യമായിട്ടുണ്ട് സാർ. പ്രതിപക്ഷം എന്താ ശബ്ദിക്കാറില്ലേ? കാലങ്ങളായിട്ട് പ്രതിപക്ഷം ശബ്ദിക്കുന്നില്ലേ? പിന്നെ ഇന്നെന്താ പ്രത്യേകത ശബ്ദം? അത് നിങ്ങളുടെ നയം ശരിയല്ല. ഞാനതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. രണ്ടാമത്, കൈരളി ന്യൂസിൻ്റെ അവതാരകൻ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ രണ്ടാമത് റിവൈൻഡ് ചെയ്യാം കേട്ടോ, കോൺഗ്രസിനെ തലോടുകയാണ്. കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പ്രതിപക്ഷ നേതാവായി വരുന്നു എന്നൊക്കെ പറഞ്ഞു. നല്ല കാര്യം, കൈരളിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നല്ലത്. ഈ കോൺഗ്രസിൻ്റെ ഹെൻറി പറഞ്ഞ കാര്യം, ഫെഡറലിസവും വ്യക്തി സ്വാതന്ത്ര്യവും മതേതരത്വവും ജനാധിപത്യ മൂല്യവും ഭരണഘടന കയ്യിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് സംരക്ഷിക്കാൻ, ഇത്യത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടന ചെറിയ പതിപ്പ് കയ്യിൽ വെച്ചുകൊണ്ട് ഇവരെല്ലാവരും കൂടിയിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മൂല്യച്യുതിയും ഓട്ടോക്രാറ്റിക് സിസ്റ്റത്തിനെതിരെയുള്ള പ്രവൃത്തിയും വ്യക്തി സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനുള്ള അവകാശവാദങ്ങൾക്കും വേണ്ടിയുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തനമായി അദ്ദേഹം അതിനെ കണ്ടു. സർ, എന്താണ് നാളത്തെ ദിവസം? ബഹുമാനായ സമ്പത്ത് സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അനിരുദ്ധ സഖാവിനെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ബഹുമാനായിട്ട് സമ്പത്ത് സാർക്ക് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം. 50-ാം വാർഷികമാണ് സർ. കോൺഗ്രസ് രാഷ്ട്രീയ സംവിധാനം ഈ നാടിൻ്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഒക്കെ തച്ചുടച്ചുകൊണ്ട്, വ്യക്തി സ്വാതന്ത്ര്യത്തെ തച്ചുടച്ചുകൊണ്ട് ഏറ്റവും വലിയ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം നടക്കുന്ന ഈ ദിവസം അഴിമതി കേസ് ജയിലിലിട്ടതല്ലാതെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരോ രാഷ്ട്രീയ നേതാക്കന്മാരെയോ ഞങ്ങളുടെ ഏതെങ്കിലും സംഘടന ഈ 10 വർഷക്കാലം നടത്തിയിട്ടുണ്ടോ? ജയിലിലേക്ക് വിളിച്ചുവിട്ടുണ്ടോ? നിങ്ങളുടെ രാഷ്ട്രീയ സംവിധാനം കോൺഗ്രസ്, ഹെൻറി ഒരു കാര്യം മനസ്സിലാക്കണം, ചരിത്രം നിങ്ങളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ എത്തിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇന്ന് ആ ഭരണഘടന കയ്യിൽ വെച്ചിരിക്കുന്ന സമയത്ത് ആ ഭരണഘടന ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് മൊറാർജി ദേശായിയെ, അടൽ ബിഹാരി വാജ്പേയിജിയെ, അദ്വാനിജിയെ ഒക്കെ നിങ്ങൾ ജയിലിലേക്ക് കൊണ്ടുപോയി. ജയപ്രകാശ് നാരായണൻ അടക്കം ഉള്ള ആളുകളെ നിങ്ങൾ ജയിലിലേക്ക് കൊണ്ടുപോയി. നീ സഞ്ജയ് ഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ നേതാവിനെ, എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ മകനെ നിങ്ങൾക്കറിയാമല്ലേ, അദ്ദേഹം ഡൽഹിയിലെ കൃത്യമായിട്ട് പറഞ്ഞാൽ തിക്മാൻ ഗേറ്റ് എന്ന് പറയപ്പെടും, അതിൻ്റെ കോളനിയിൽ പോയി മുസ്ലിമുകളെ മുഴുവൻ തല്ലിച്ചതച്ച് അവർക്ക് 18 വയസ്സായിട്ടുള്ള ചെറുപ്പക്കാരെ പോലും ബലമായി വന്ധീകരിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഞങ്ങൾക്കൊന്നും മറന്നിട്ടില്ല. ഇന്ത്യൻ ജനാധിപത്യവും മറന്നിട്ടില്ല. അവരാണെന്ന് ജനാധിപത്യ ബോധത്തെക്കുറിച്ച് പറയുന്നത്. ഈശ്വരവാര്യരെ നമ്മൾ മറക്കണോ? രാജനെ നമ്മൾ മറക്കണോ? മന്മഥനെ നമ്മൾ മറക്കണോ? ഈ 50ഓളം സംസ്ഥാന സർക്കാരുകളെ ശ്രീ ഉല്ലാസ് ബാബു, ചില ചോദ്യങ്ങൾ ഇങ്ങോട്ടും വരുന്നുണ്ട്. ഗോദ്ര നമ്മൾ മറക്കണോ? ഗോദ്ര നമ്മൾ മറക്കണോ? ഇങ്ങനെ ചില ചോദ്യങ്ങൾ താങ്കൾക്കെതിരെ വരാനുണ്ട് ശ്രീ ഉല്ലാസ് ബാബു. എന്നാൽ അതിലേക്ക് വരാൻ താങ്കൾ പറഞ്ഞൊരു വിഷയത്തിൽ താങ്കളും പറഞ്ഞത് ഹെൻറി ഓസ്റ്റിൻ, അല്ല ഒരു കാര്യം എനിക്ക് ഞാൻ ഇടപെട്ട്, താങ്കൾ എനിക്കെതിരെ പറഞ്ഞു പ്രതിപക്ഷം ശബ്ദിക്കുമ്പോൾ എന്നുള്ളത് തലക്കെട്ടിനെ കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. അതിന് ഞാനൊന്ന് പറഞ്ഞോളട്ടെ ശ്രീ ഉല്ലാസ് ബാബു. പ്രതിപക്ഷം ശബ്ദിക്കുമ്പോൾ എന്നുള്ള ടൈറ്റിലെ കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. പ്രതിപക്ഷത്തിന്റെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾ നടത്തിയ ശ്രമങ്ങൾ, ഇനി പ്രതിപക്ഷം കരുത്തോട് ശബ്ദിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ? ആ ചോദ്യമാണ് അവിടെ ഉയർന്നത് ശ്രീ ഉല്ലാസ് ബാബു. 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്ത് പ്രതിപക്ഷത്തിരുന്നിട്ട് കൂവലല്ലാതെ എന്തായിരുന്നു ഇവരുടെ പണി? ഇവർ പ്രതിപക്ഷത്തിരുന്നാലും ഒരു വിഷയം സംഭവിക്കാൻ പോകുന്നില്ല. സിജു, നിങ്ങൾ നാളെയുടെ ദിവസം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് രാഷ്ട്രീയ സംഘടന ഇനി ഇന്ത്യ മുക്തിയായി കോൺഗ്രസിന്റെ ഒപ്പം കെട്ടിത്തലോടി നടക്കുന്ന സമയത്ത് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യമുണ്ട്, ഈശ്വര ഭക്ത കരുണാകര ഈശ്വരവാരരെ കൊല്ലല്ലേ. ഓർമ്മയുണ്ടോ ആ മുദ്രാവാക്യം? മോനെ രാജ നീയവിടെ വടക്ക് സൂര്യൻ ഉദിച്ചു ജനതാ പാർട്ടി വന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ കാലഘട്ടം മറക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് കോൺഗ്രസിന്റെ തോളിൽ കോറിക്കൊണ്ട് സ്വന്തം സ്വത്വബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇന്ന് ഈ ചോദ്യവും ഉന്നയിക്കില്ലായിരുന്നു.